ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നവ്യടുത്തൊന്നും പറയാൻ പറ്റാത്തൊരു വിഷമത്തിലൊക്കെയാണ് നമ്മൾ നയനയൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ദേവയാനി അങ്ങനെ പറയുന്നുണ്ട്, ഇതിനകത്ത് എല്ലാത്തിനകത്തും കാരണം ആ അനാമികയാണ്, അവളെ അങ്ങനെ വെറുതെ വിടാനൊന്നും പാടില്ല, എന്തായാലും ഇതിൻ്റെ മറുപടി എന്തായാലും നമ്മൾ അവൾക്കും അവളെ അച്ഛനും അവളെ അമ്മയ്ക്കും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കലും മറക്കാത്ത മറുപടി നമ്മൾ കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദുവിനെയാണ്. നന്ദു ആണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ പിറക്കിൽ നിന്ന് കളിക്കുന്ന ആ അഭിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, എന്തായാലും അവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ അടിച്ച് നീരാക്കേണ്ട സമയം കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മളെ CSR ആണെങ്കിൽ നമ്മളെ ഗോവിന്ദൻ്റെയും കനകയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നന്ദുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് പിന്നെ ക്ഷണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അപ്പം അതിന് വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മുഹൂർത്തം തന്നെ നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഗോവിന്ദനും കനകയാണെങ്കിൽ ഒരു ഷോക്കായിട്ടൊക്കെ അവരിയ്ക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നന്ദു ഇത് കേൾക്കുമ്പം നന്ദു ആണെങ്കിൽ ആകെ ഷോക്കായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതായത് സാർ ഈ കണ്ണോടെയൊക്കെയാണ് എന്നെ കണ്ടേന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദു ഇങ്ങനെ ചിന്തിച്ചൊക്കെ ഇങ്ങനെ ഒരു ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.